ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബറാത്തായിട്ട് കിച്ചൺ ക്ലീനിങ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ വീട് താമസമായിട്ട് ഒരു കഷ്ടിച്ച് 1.5 മാസം അങ്ങനെ എത്ര ആയിട്ടുള്ളൂ. ഡിസംബർ 20-നായിരുന്നു വീട് താമസം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കച്ചറയായിട്ടൊന്നുമില്ല. ഒരു ചെറിയ തോതിലുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, ക്ലീനിങ് ആക്കാൻ മാത്രം. വലുതായിട്ടൊന്നുമില്ല ക്ലീൻ ചെയ്യാൻ. എങ്കിലും ബറാത്താവുമ്പോൾ നമ്മളൊന്ന് പൊടി തട്ടി എടുക്കണമല്ലോ എല്ലാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് അല്ല, എന്നാലും ഒന്ന് എല്ലാം എടുത്തൊന്ന് തുടച്ച് കഴുകി ഒന്നും കൂടി സെറ്റാക്കി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ അടുക്കളേൻ്റെ അവസ്ഥ ഇങ്ങനത്തെ നിലയിലായിരുന്നു. ഇങ്ങനെയായിരുന്നു അടുക്കള ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ നമ്മളിനി എല്ലാം പെറുക്കി താഴെയൊക്കെ വെച്ച് ക്ലീൻ ആക്കണം. ഫ്രിഡ്ജും അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതേ ഓരോ ഷെൽഫിലുണ്ടായിരുന്ന ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് താഴെ വെച്ചിട്ടാണ് എല്ലാം ഒന്നും കൂടി, കാരണം വീട് താമസത്തിന് നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതാണല്ലോ. പൊടിയൊക്കെ കളഞ്ഞ എല്ലാം കഴുകി പുതിയ സാധനങ്ങൾ വെച്ചതുകൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും എല്ലാം എടുത്തതേ ഒന്ന് തുടച്ച് ഒന്നും കൂടി തുടച്ച് ക്ലീനാക്കി വെക്കേണ്ടത്. തുടയ്ക്കുന്ന വീഡിയോ ഒന്നും ഇതിലെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് ഷെൽഫിൽ നിന്ന് സാധനങ്ങളൊക്കെ താഴെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ക്ലീൻ ചെയ്ത് തുടച്ച് വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ കാര്യം വിട്ടുപോയി, മറന്നുപോയി. പിന്നെയാണ് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണ്ടല്ലോ എന്നല്ലേ. എല്ലാം കഴിഞ്ഞ് ഇത് വീണ്ടും ഒക്കെ ഒതുക്കി തുടച്ച് ക്ലീനാക്കിയൊക്കെ വെച്ച ശേഷമാണ് ഇത് വീണ്ടും വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഏരിയ ഒന്നും അധികം ഞാൻ ക്ലീൻ ചെയ്യാൻ നിന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പൊടിയൊന്നും ഉണ്ടായില്ല, വെറുതെ ഒന്ന് തട്ടിയുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന അന്നത്തെ ദിവസം തുടച്ച് വൃത്തിയാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കും ക്ലീൻ ചെയ്യുകയും ചെയ്താലും നമ്മൾ കുറേ ഉണ്ടാവുമല്ലോ വേസ്റ്റ് എന്തായാലും ഫ്രിഡ്ജിൽ. പക്ഷെ എൻ്റെ ഫ്രിഡ്ജിൽ അധികം ഇല്ല, എന്നാലും ഉണ്ട് കുറച്ച്. ആ അവസ്ഥയിലായിരുന്നു ഫ്രിഡ്ജ്. അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുത്ത് ഞാനൊന്ന് താഴെ വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്ത് മാറ്റി താഴെ വയ്ക്കുന്നുണ്ടേ. നിങ്ങളുടെ വീട്ടിലും ഫ്രിഡ്ജിൽ ഇതേപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണവരുണ്ടോ? ഞാൻ അധികം എടുത്ത് വയ്ക്കാറില്ല കേട്ടോ. തലേ ദിവസം ബാക്കി വരുന്ന മറ്റേ കറികളായാലും ഉപ്പേരികളായാലും പിറ്റേ ദിവസം എടുക്കുന്ന ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. അതല്ലാത്ത സാധനങ്ങൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇരിക്കത്തേ ഉള്ളൂ, ഇങ്ങനെ എടുക്കലുണ്ടാവില്ല. അപ്പോൾ ഇന്നലത്തെ കറിയാണെങ്കിൽ ഇന്ന് എടുക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. അല്ലാത്തതൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. എന്നത്തെയോ അച്ചാറാ, ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ കടയിൽ നിന്ന് കിട്ടില്ലേ ആ അച്ചാർ. ഫ്രിഡ്ജിൻ്റെ ഡോറിൽ അതേപോലെ ആവശ്യത്തിലധികം സാധനങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പപ്പടമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. നിങ്ങളാരെങ്കിലും പപ്പടം ഫ്രിഡ്ജിൽ വയ്ക്കുമോ? ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ പപ്പടം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പുറത്ത് വെക്കുമ്പോഴേ പപ്പടത്തിനൊരു റെഡ് ഷെയ്ഡൊക്കെ വരും അല്ലേ.
നമ്മൾ പുറത്ത് വെക്കുകയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ അങ്ങനത്തെ കളർ മാറ്റം ഉണ്ടാവില്ല, പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പപ്പടം അങ്ങനെ പൊട്ടിക്കുമ്പോഴേ നമ്മൾ മുറുക്കൊക്കെ പൊട്ടുമ്പോൾ സൗണ്ട് വരുമല്ലോ, അതുപോലെ സൗണ്ട് വരുന്നുണ്ടായി കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിലത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ലൂബിക്ക് ഉപ്പിലിട്ടത് എല്ലാം ഉണ്ട് ഫ്രിഡ്ജിൽ. കൊള്ളിൻ്റെ കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെല്ലാ സാധനങ്ങളും പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്വിച്ച് ഒന്ന് ഓഫാക്കി വെക്കാം. സ്വിച്ച് ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് നന്ന തുണിയും കൊണ്ട് കംപ്ലീറ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടത്. ഇത്രേ ഉണ്ടായുള്ളൂ എൻ്റെ ഫ്രിഡ്ജിൽ. ഇനി ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്കിതിൽ ആവശ്യമുള്ളത് മാത്രം കയറ്റി വയ്ക്കാം കേട്ടോ. ഫ്രിഡ്ജിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകണതാണിത്. ഫോണ് ക്യാമറ കറക്റ്റാക്കി വെക്കാനൊരു സ്പേസ് ഇല്ലാത്ത കാരണം ഇതിലേക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല ഞാനിത് കഴുകണതും ക്ലീൻ ആക്കുന്നതൊന്നും. ഓക്കെ, നമുക്ക് ഇനി നന്ന തുണിയും കൊണ്ട് ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഫീസറാണ് കേട്ടോ ആദ്യം തുടയ്ക്കുന്നത്, മേലത്തെ പോർഷൻ. അപ്പോൾ നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഫുള്ളായിട്ടൊന്ന് നല്ലോണം തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കി കാണിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ച് ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യണത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലാത്തത്. നമുക്ക് ഇനി ഫ്രിഡ്ജിൻ്റെ താഴ്ത്തട്ടിലുള്ള ഗ്ലാസിൻ്റെ ഇതുണ്ടാവുമല്ലോ സ്റ്റാൻഡുകൾ, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കുക. നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴ് പോർഷൻസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. അതിൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നന്നായിട്ട്.
ഇത് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ ഞാൻ ഇളകുന്നതിനനുസരിച്ച് ഇതും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ.